എന്താണ് നവകേരളം എന്നതുകൊണ്ട് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത്? ഒരു 25 വർഷക്കാലം കഴിഞ്ഞ ഈ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം ലോകത്തിനകത്തെ മിതസമ്പന്നമായ രാജ്യങ്ങളുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് ഈ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ ഉയർത്തണം. അതാണ് നവകേരളം എന്നതുകൊണ്ട് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത്. നോക്കൂ, നിങ്ങൾ അതിന്റെ മാറ്റം ഈ കേരളത്തിനകത്ത് കാണുകയല്ലേ. ഇക്കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി ഈ കേരളത്തിലെ ജനത ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങളിതാ ഞങ്ങളുടെ നാട്ടിനകത്ത് അതിദരിദ്രരില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. എങ്ങനെയാണ് പ്രഖ്യാപിച്ചത്? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ആദ്യ മന്ത്രിസഭ യോഗം ചേർന്ന് തീരുമാനിക്കുന്നു, 5 വർഷക്കാലം കൊണ്ട് ഈ കേരളത്തെ അതിദരിദ്രരില്ലാത്ത സമൂഹമാക്കി മാറ്റും. അതിനുവേണ്ടി വ്യത്യസ്തമായ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കണക്കുണ്ട്. അത് നിങ്ങളെല്ലാവരും പങ്കാളികളായിട്ടുണ്ടാകും. അതിദരിദ്രരായിട്ടുള്ള 1,40,336 ആളുകൾ കേരളത്തിനകത്തുണ്ട് എന്ന് കണ്ടെത്തുന്നു. കുടുംബമുണ്ട് എന്ന് കണ്ടെത്തുന്നു. ആ കുടുംബത്തിനകത്ത് 63,000-ഓളം ആളുകൾ അതിദരിദ്രരാണ്. അവർക്ക് വ്യത്യസ്തമായ ആവശ്യങ്ങളാണ്. ചില ആളുകൾക്ക് ഭൂമിയുണ്ട്, പക്ഷെ വീട് വെച്ചു കൊടുക്കണം. ചില ആളുകൾക്ക് വീട് വെക്കാൻ ഭൂമി വാങ്ങാനുള്ള സാമ്പത്തിക സഹായങ്ങളാണ്. ചില ആളുകൾക്ക് മരണം വരെ അവർക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണം. ചില ആളുകൾക്ക് ഭക്ഷണത്തിന്റെ സാധനങ്ങൾ മാത്രം എത്തിച്ചു കൊടുത്താൽ മാത്രം കഴിയില്ല, മറിച്ച് ഭക്ഷണം പാചകം ചെയ്ത് അവരുടെ വീടുകളിലേക്ക് എത്തിക്കണം. ലോകത്തിനകത്തെ 206 രാജ്യങ്ങളുടെ ഏത് മൂലയിലേക്ക് നിങ്ങൾ പോയി നോക്കിയാണ് അവിടെ ഒരുപക്ഷെ 130 കോടിയോളം വരുന്ന ഇന്ത്യക്കാരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. എന്നാൽ നമുക്ക് ഉറപ്പിച്ചു പറയാം, കേരളത്തിനകത്തെ 3.5 കോടി ജനതയെ നമുക്ക് ലോകത്തിന്റെ ഏത് മൂലയിലും കാണാൻ വേണ്ടി കഴിയും. എങ്ങനെയാണ് ഈ നേട്ടം കേരളത്തിന് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞത്? എന്തായിരുന്നു കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ ഈ നാടിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം പറയുന്നത്? ഒരു മനുഷ്യന് വഴി നടക്കാൻ പറ്റുന്ന വഴിയിലൂടെ മറ്റൊരു മനുഷ്യന് വഴി നടക്കാൻ കഴിയില്ല. പൊന്തക്കാടുകളിലൂടെ മാത്രം സഞ്ചരിച്ച ജനവിഭാഗം ഉണ്ടായിരുന്നു കേരളത്തിൽ. ആ സാമൂഹ്യ അന്തരീക്ഷത്തെ നോക്കിയാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ പറ്റി സൂചിപ്പിച്ചത്. കേരളം ഒരു ഭ്രാന്താലയമാണ്. എന്നാൽ ഇന്ന് ലോകപ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം വിലയിരുത്തിക്കുന്നു. കേരളം എന്ന് പറഞ്ഞാൽ ലോകത്തിന് തന്നെ മാതൃകയാണ്. ഈ പതിറ്റാണ്ടുകൾക്കിടയിൽ കേരളത്തിൽ നടന്നിട്ടുള്ള സാമൂഹ്യ പരിവർത്തനം എന്താണോ ആ സാമൂഹ്യ പരിവർത്തനം ഇടതുപക്ഷം കേരളത്തിൽ നൽകിയിട്ടുള്ള സംഭാവനയാണ്. 57 സർക്കാർ തീരുമാനിച്ചു. ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു, വിദ്യാഭ്യാസം ബില്ല് കൊണ്ടുവന്നു, സമ്പൂർണ്ണ സാക്ഷരത ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണ്. ജനകീയാസൂത്രണം ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണ്. ജനസേവന പദ്ധതി ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണ്. കുടുംബശ്രീ ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണ്. ഇങ്ങനെയെല്ലാം പടിപടിയായാണ് കേരളം ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് വളർന്നുകൊടുക്കുന്നത്. 2020 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മിന്നുന്ന വിജയം നേടിയ LDF 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉജ്ജ്വലമായ വിജയം കൈവരിച്ചുകൊണ്ടാണ് സെക്കൻഡ് പിണറായി ഗവൺമെന്റ് രൂപീകരിച്ചത്. 2ാം പിണറായി ഗവൺമെന്റ് 2016 91 സീറ്റായിരുന്നു LDF. 2016 തെരഞ്ഞെടുപ്പിൽ LDF കേരളത്തിലെ വോട്ടർമാരുടെ മുമ്പാകെ അവതരിപ്പിച്ചത് 600 കാര്യങ്ങളായിരുന്നു. വ്യത്യസ്ത മേഖലകളിൽ 600 കാര്യങ്ങൾ ചെയ്യുന്നത്.
582 കാര്യങ്ങൾ 2021 മുന്നേ ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് കേരളത്തിൽ ചെയ്തു. 2021 നാം 900 കാര്യങ്ങളാണ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. 782 കാര്യങ്ങൾ ഇതിനകം നടപ്പിലാക്കി കഴിഞ്ഞു. മറ്റു കാര്യങ്ങൾ മെയ് മാസത്തിന് മുന്നേ നടപ്പിലാക്കാനുള്ള പരിശ്രമത്തിലാണ്. 2016 ഗവൺമെന്റ് 5 വർഷക്കാലം കേരളത്തെ മുന്നോട്ടേക്ക് നയിച്ചു. 1 കോടി മലയാളികളോട് മോഡി ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട്, സാമ്പത്തിക കാര്യത്തിൽ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിൽ എല്ലാം തന്നെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചു. അതിനോടെല്ലാം തന്നെ ഇഞ്ചിഞ്ച് പൊരുതിയാണ് പിണറായി വിജയൻ ഗവൺമെന്റ് മുന്നോട്ട് പോയത്. നിരവധിയായ പ്രതിസന്ധികൾ ഉണ്ടായി. 2018 2020 കേരളം മഹാപ്രകൃതി ദുരന്തങ്ങൾ നേരിട്ടു. ഈ പ്രകൃതി ദുരന്തങ്ങളെ, കോവിഡിനെ, നിപ്പയെ എല്ലാം തന്നെ ജനങ്ങളെ ആകെ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ഇടവും വലവും ചേർത്ത് നിർത്തി LDF ഗവൺമെന്റ് മുന്നോട്ട് പോയി. അതാണ് പിണറായി വിജയൻ ഗവൺമെന്റ്. ഈ പ്രതിസന്ധികളിൽ കേരളത്തിലെ 3.5 കോടി മനുഷ്യരെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച, മതജാതികളെല്ലാം മാറ്റിവെച്ച മനുഷ്യരെ ആകെ ചേർത്ത് നിർത്തിയ ഗവൺമെന്റ്, അതാണ് LDF ഗവൺമെന്റ്. ആ ഗവൺമെന്റിനുള്ള വിശ്വാസമാണ് 2021 99 സീറ്റിന്റെ വിജയം LDFന് ജനങ്ങൾ നൽകിയത്. ആ ഗവൺമെന്റ് 2021 ഗവൺമെന്റ് അതിന്റെ ജൈത്രയാത്രയിലാണ്. ഒരു വികസിത കേരളം, നവകേരളം കെട്ടിപ്പടുക്കുക എന്ന ചരിത്ര ദൗത്യം ഏറ്റെടുത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഷൈജിയുടെ ചൂണ്ടിക്കാണിച്ചു.